ചിത്തപ്പൂവേ ചിത്തിരപ്പൂവേ ഇത്ര നാളെങ്ങു പോയി. പാണലില എന്ന് പറയുന്ന ഒരു കാട്ടുചെടിയുണ്ട്. ശരിക്കും ഈ വേത് കുളിക്കുമ്പോൾ നമ്മൾ അതിനകത്തിൽ ചേരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ സ്ത്രീകൾ പ്രസവശേഷം വേത് കുളിക്കുമ്പോൾ പാണലിൻ്റെ ഇല ആ വെള്ളം ചൂടാക്കുമ്പോഴും ധാരാളം ഔഷധ സസ്യങ്ങളുടെ ഇല ഇട്ടാണ് അത് കഴിക്കുന്നത്. അതിനകത്തിലൊരു പ്രധാന ചേരുവയാണ് പാണൽ. അതിന് ഔഷധ പ്രാധാന്യമുള്ളതാണ്. മാത്രമല്ല നമ്മൾ ഈ ബാധ ഒഴിക്കാനൊക്കെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബാധ ഒഴിക്കാനൊക്കെ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരില കൂടിയാണ് ഈ പാണൽ. ഏതെങ്കിലും ഇപ്പം ചാവു ദോഷമുണ്ട് അല്ലെങ്കിൽ കണ്ണും ദോഷമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ പാണലിൻ്റെ ഇല വെച്ചാണ് ഇവരെ ഓതുക എന്നാണ് അതിന് പറയുന്നത്. ഈ പാണൻ മാസത്തിൽ ഒരിക്കൽ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ വരുമായിരുന്നു. ഓണത്തിന് മാത്രമല്ല. പക്ഷേ ഓണത്തിന് വരുന്നതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഓണത്തിന് അദ്ദേഹത്തെ കാത്തിരുന്ന് ഈ മഹാബലി വരുന്നതിന് മുമ്പായിട്ട് മഹാബലിയുടെ വരവ് വിളിച്ചറിയിച്ചിരുന്ന അത് പാണന്മാരാണ്. നമ്മുടെ അങ്ങനെയാണ് ഒരു സങ്കല്പം ഉണ്ടായിരുന്നത്. കാരണം അവർ പാടി എല്ലാ ദോഷങ്ങളും മാറ്റി വീടിൻ്റെ വൃത്തിബോധവും എല്ലാം നന്നായി എല്ലാം കൃത്യമാക്കി വെക്കുന്നതിൽ പാണൻ വന്ന് പാടിക്കഴിയുമ്പോൾ മഹാബലിക്ക് കടന്നു വരാനുള്ള വഴി ഒരുങ്ങി എന്നാണ്. അപ്പം നമ്മുടെ വീട്ടിൽ അതിന് പ്രത്യേകമായൊരു സ്ഥലമുണ്ട്. ആ പൂജാമുറിയുടെ മുൻവശത്തായിട്ട് ഇവർക്കിരിക്കാൻ തന്നെ ഒരു തടുക്ക് കൊടുക്കും. എന്നിട്ട് അതിന് നിറനാഴിയോ അല്ലെങ്കിൽ ചങ്ങഴിയിലോ ഒക്കെ നെല്ലും അരിയും ഒക്കെ നിറച്ച് വെച്ച് അവിടെ ഒരു ദക്ഷിണ വെക്കും, പാക്കും പറ്റിയൊക്കെ വെച്ച്. എന്നിട്ട് മാത്രമല്ല നമ്മുടെ പൂജാമുറിയുടെ മുമ്പിലാകുമ്പോൾ ദൈവങ്ങളുടെ മുഴുവൻ പടങ്ങളും അതിൻ്റെ പുറകിലുണ്ട്. ഇവിടെ ഇരുന്നാണ് ഇവർ പാടുന്നത്. അത് ഈ ഉടുക്ക് കൊട്ടിയാണ്. അവരുടെ ഒരു പ്രത്യേകമായ വാദ്യോപകരണമാണത്. അതിനൊരു പ്രത്യേക താളം തന്നെയുണ്ട്. ഒരു പ്രത്യേക താളത്തിലാണ് ഇത് പാടുന്നത്. ഇപ്പം നമ്മളിപ്പം അത് കാണാൻ കഴിയുന്ന ഇപ്പം ഒരുപക്ഷെ കണ്ടിട്ടില്ലാത്തവർക്ക് ശബരിമല പോകുമ്പോൾ നമ്മുടെ മാളികപ്പുറത്ത് നമുക്ക് കാണാം ഈ ഉടുക്ക് കൂട്ടിയുള്ള പാട്ട് കാണാം. അത് ഈ ദോഷങ്ങൾ, ചാവു ദോഷം, കണ്ണും ദോഷം, ഇതൊക്കെ മാറ്റുന്നതിന് വേണ്ടിയാണ് ഈ പാണന്മാർ പാടിക്കൊണ്ടിരുന്നത്. ഇവർക്ക് ഓണത്തിന് പ്രത്യേകമായി നമ്മൾ ചില ദ്രവ്യങ്ങൾ കൊടുക്കും. പണം മാത്രമല്ല, അതായത് നെല്ല്, അരി, എള്ളെണ്ണ, വെളിച്ചെണ്ണ, നാളികേരം, ഇത് ഇത്രയും ഇവർക്ക് അത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അവർക്ക് അവകാശപ്പെട്ടതാണെന്ന് മാത്രമല്ല, നമ്മളത് നിർബന്ധപൂർവ്വം കൊടുക്കേണ്ട ഒന്നാണ്. അതൊരു ഈ ചടങ്ങിൻ്റെ ഒരു ഭാഗമാണത്. അപ്പോൾ ഇതെല്ലാമായിട്ട് എനിക്ക് തോന്നുന്നു പാണൻ പാടിയേച്ച് പോകുമ്പോൾ അദ്ദേഹത്തിന് എടുപ്പത് സാധനങ്ങളുമായിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ അവർ മനസ്സ് തുറന്ന് നമ്മുടെ വീട്ടിൽ വന്ന് പാടുമ്പോൾ നമ്മുടെ വീടിന് ഐശ്വര്യം ഉണ്ടായി, എല്ലാവിധമായ ദോഷങ്ങളും മാറിക്കിട്ടി, മഹാബലിക്ക് വരുവാനുള്ള വഴിയൊരുങ്ങി എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലെ ഒരു സങ്കല്പം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൺ ദ ഡോട്ട് മീഡിയ.